എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് അസർബൈജാനിലാണ്. അസർബൈജാനില് ഇവിടുത്തെ മെയിൻ ആയിട്ട് കാണാനുള്ള സംഭവമാണ് മഡ് വോൾക്കാനോ. അത് കാണാൻ വേണ്ടിട്ട് പോവാണ്. സോ ഞാനുണ്ട്, ആഷിക്കുണ്ട്. ഹായ് ആഷിക്. സോ തിരിച്ചെത്തി. അപ്പോ ആഷിക്കും ഞാനും കൂടാണ് മഡ് വോൾക്കാനോ കാണാൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് ഇതുവഴി വേണം പോവാൻ. അപ്പൊ ഈ ഒരു വണ്ടിയിൽ വേണം നമ്മൾ പോവാനായിട്ട്. പറയടാ ഹായ് പറ പുള്ളിയോട്. സലാം സലാം സലാം. ഹിന്ദുസ്ഥാൻ. നമ്മളിത് ഈ ഒരു വണ്ടിയിലാണ് പോകുന്നത്. വേറെ വണ്ടിയിലാണ് വന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 4x4 വണ്ടിയിൽ വേണം ഇങ്ങനെ പോകാനായിട്ട് കേട്ടോ. ഇവിടെ കുറേ ഏരിയകളിൽ ഒരുപാട് ടൈപ്പ് ഓഫ് മഡ് വോൾക്കാനുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ പോയി നോക്കാം. പോയി നോക്കിയിട്ട് നമുക്ക് കൂടുതൽ കാണാം. റോഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ കുറേ ഉള്ളിലേക്ക് പോകാനുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഈ പോകുന്ന വഴി തന്നെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. അപ്പുറമെല്ലാം വേറെ വേറെ വണ്ടികൾ പോകുന്നുണ്ട്. എല്ലാം ഇങ്ങനെ പഴയ വണ്ടികളാണ്. ഇവിടെ മൊത്തം ഒരു വിന്റേജ് റഷ്യൻ വണ്ടികളാണ്. ലാഡ മൊത്തം ഇവിടെ ലാഡമയമാണ് അല്ലേ. എവിടെ നോക്കിയാലും ലാഡയാണ്. ഒരു വിന്റേജ് ഫീലാ. ഇന്നലെ എല്ലാം ഒരു വില്ലേജിൽ കൂടെ പോയ സമയത്തെല്ലാം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. മൗണ്ടൻസ് എല്ലാം കയറി സെറ്റാണ്. നൈസാണ്. അവിടെ പറപ്പിച്ച് പോകുന്നു. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ലോപ്പ് ഉണ്ട്. അത് ഇതൊക്കെ എല്ലാം മിക്ക വണ്ടീസും കവർ ചെയ്യും ഈ റോഡൊക്കെ. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പോകുന്ന വഴിയെല്ലാം സീൻ വഴിയാ. നല്ല രസമുണ്ട് കാണാൻ. കാരണം ആ പഴയ വണ്ടികളും എല്ലാം ഇങ്ങനെ കുലുക്കി പോകുമ്പോ ഞാനിവിടെ മുഖത്ത് ടിഷ്യൂ ഒക്കെ വെച്ച് മറിച്ചേക്കാം. ഈ പൊടി മൊത്തം അടിച്ചു കഴിഞ്ഞാൽ പണിയാ. ഫുൾ ഗ്ലാസ് കയറ്റിട്ടുണ്ടേ. എന്തായാലും പണിയാ. നമുക്ക് വണ്ടികൾ വരുന്നുണ്ടോ. നമുക്ക് നൈസല്ലേ. വാവ്. ഇവിടുത്തെ ഓരോ വണ്ടി ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. നമ്മുടെ നാട്ടിലില്ലാത്തൊരു ടൈപ്പ് സംഭവം. ലാഡയൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. കണ്ടില്ലേ പോണ എവിടെ നോക്കിയാലും അതായിരിക്കും. ഇത് ഇവിടെ മഡ് വോൾക്കാനോന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വലുത് ഏറ്റവും ടോപ്പായിട്ടുള്ള. നമുക്ക് ഫുള്ള് ഈ സാധനം സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഇതിലേക്ക് ഇറങ്ങാൻ പറ്റും. അവിടെയാണ് കൂടുതൽ ആൾക്കാരുള്ളത്. അവിടെ നോക്ക് കണ്ടോ എന്തോരം ക്രൗഡാ. ആ ഏരിയയിലാണ് മൊത്തം. അത് ചെറിയ വോൾക്കാനോസ് ആണ്. ഇവിടെ ഭയങ്കര വലുതാണ്. ഒരു കഴുത്തിൻ്റെ അത്രയെല്ലാം വരുന്നുണ്ടാവും. അത്രയുള്ളത്. ഞാനിങ്ങനെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത്. ഇല്ല കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഇറങ്ങി കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇറങ്ങുന്നത് ആക്ച്വലി ടർക്കിയിൽ നിന്നും ഇതുപോലെ തന്നെ ഈ ബ്രസീലിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് മഡ് ബാത്ത് ചെയ്യുന്നതാണ്. ഇറ്റ്സ് ഗുഡ് ഫോർ സ്കിൻ ബേസിക്കലി. അപ്പോൾ ഇറങ്ങുന്നതുകൊണ്ട് വിഷയമൊന്നുമില്ല. അവിടെ കണ്ടില്ല, അവിടെ ഒരുപാട് വോൾക്കാനോസ് ഉണ്ട്. ബട്ട് ഇറങ്ങാൻ പറ്റിയത് ഇതാണല്ലോ. അത് ഇവിടെ എല്ലാം ചെറിയ വോൾക്കാനോസ് ആണ്. ബേസിക്കലി വേൾഡിൽ 700 മഡ് വോൾക്കാനോസ് ഉണ്ട്. അതിനകത്ത് 370 ഓഫ് മഡ് വോൾക്കാനോസ് ഫ്രം ഗുപ്സ്താൻ, ഫ്രം അസർബൈജാൻ. അതിൽ തന്നെ അസർബൈജാൻ ഇവിടെ ഉള്ളതിൽ ബേസിക്കലി നമുക്ക് പോകാൻ പറ്റിയ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇറങ്ങുന്നില്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഇറങ്ങാൻ വേണ്ടിയല്ലേ വന്നത്. ഓ ഇറങ്ങിയതാ പിക്ചേഴ്സ് കാണിച്ചു. ഇറങ്ങിയതിന്റെ വേണ്ട, എനിക്ക് കാണണ്ട. ഇവിടെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. വേണ്ട എനിക്ക് കാണണ്ട. അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ്. ഇത് യൂഷ്വലി ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഒറ്റയ്ക്കല്ല ആരും ഇറങ്ങിയിട്ടുണ്ടാവൂല. നോക്ക് ഇങ്ങനെ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ അസർബൈജാനിൽ തോന്നിയൊരു സംഭവമാണ് ഇത്. എന്നപ്പോ അത് മാറ്റി വെച്ചോ. മേ ബി അവിടെ നിന്നെല്ലാം ഇതടിക്കും. നോക്ക് ഇതിങ്ങനെ ആവുന്ന കാണുമ്പോൾ ഒരു പേടി. കണ്ട ഇങ്ങനെ ആവുന്ന കാണുമ്പോൾ എന്തോ ഒരു ടെൻഷൻ പോലെ. ഇത് എന്നെ മൂടൊന്നുമില്ല, അത്ര ആഴേ ഉള്ളൂ. പിന്നെ ഇത് സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ്. എന്താ പറയാ മൊത്തം. അയ്യോ ഇത് വൻ തണുപ്പും കൂടിയാണ്. ഞാൻ കാല് വെച്ച് തൊട്ടോക്കി. വൻ സീന്. ഫുൾ തണുപ്പാണ്. നല്ല തണുത്ത കാറ്റുണ്ട്. വെയിലുണ്ടേ പോലും ഒടുക്കത്തെ തണുപ്പാണ്. സമയം കളയില്ല. ഞാൻ ഇതെന്താ ഒറ്റടിക്ക് ഇത് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാനാ വന്നത്. സോ എനിക്കിത് ടൈം എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇതെന്താണോ ഞാനിതെങ്ങനെ ഇറങ്ങും. ആരും ഇറങ്ങില്ലേ. എനിക്ക് കൂട്ടുണ്ട്. യു വാണ്ട് ടു ജംപ് ഇൻ ദിസ്? No, it's good. Yeah. It's very cold. Yeah, it's very cold. I'm scared. I'm alone. ഇതെങ്ങനെ ഇറങ്ങും ഞാൻ? അത്ര ആഴമൊന്നും ഇല്ല. പക്ഷെ അയ്യോ യാഷിക്കാണ് എന്നെ മോട്ടിവേഷനൊക്കെ ചെയ്തിട്ട് അവൻ ഇറങ്ങുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുന്നത്. അതാണ് ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന്.
ഇതാണെങ്കിൽ ഒരുമാതിരി ഇതൊന്നും മേത്തൊന്നും പോകില്ല, ഇത് എന്താക്കും? എനിക്കാണ് എക്സൈറ്റ്മെന്റും എല്ലാം. ആണോ? കഴുകാൻ ഓക്കെ, കഴുകാൻ സ്ഥലം ഉണ്ടെങ്കിലും തണുപ്പാണല്ലോ ഇത്. ഷെടാ എനിക്ക് ഇറങ്ങും വേണം. അയ്യോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലം. നോക്ക്, മൊത്തം കാറ്റാ, ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ നോക്ക് എന്തോരം കാറ്റടിക്കണത്. എൻ്റെ ടീഷർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്, നല്ല നല്ല കാറ്റാണ് അടിക്കുന്നത്. യെസ് യാ സോ ഞാൻ ഇറങ്ങി നിൽക്കുക. ഇറങ്ങാറായിട്ടില്ല ഇല്ല, എനിക്കൊന്നിലും വിശ്വാസമില്ലാന്ന് എൻ്റെ വ്യൂസിന് അറിയാം. ഇറങ്ങണം, ഒന്ന് മൈൻഡ് ഒന്ന് സെറ്റാക്കണ്ടേ, സെറ്റാക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഞാൻ ഒറ്റക്കടാ, ഒരാളുണ്ടായിരുന്നെങ്കിൽ ഓ പിന്നെ അല്ല ഇപ്പൊ വലത്തു ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സീനില്ലായിരുന്നേ. നോട്ടെ, അങ്ങനെ ഞാനിതിൽ ഇറങ്ങി, ഞാൻ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളൂ. ഇവിടെ എന്തോ ആരും ഇറങ്ങില്ലെന്നോ, ആൾക്കാർക്കൊക്കെ ഇന്ന മാഗസീനിൽ കൊടുക്കാൻ പോവാ. ഗുബുസ്ഥാനെ മാഗസീനിൽ കൊടുക്കാൻ പോവാ. അയ്യോ ഇത് സീനാണ്, ആൾക്കാരൊക്കെ എന്നെ നോക്കി നിൽക്കുക. എനിക്ക് പേടിയൊന്നും ഇല്ല, ചെറിയൊരു ഭയൊന്ന്. ഈ താഴെ എന്തോ ഒരു ഫീലാ, അങ്ങനെ പറഞ്ഞ എന്നെ പേടിപ്പിക്കല്ലേ. എന്തോ ഒരു വേറെ ഫീലാണ്, സീൻ ഫീലാണ് എന്തായാലും. പക്ഷെ ഇറങ്ങിയില്ലായിരുന്നേ നശിച്ചായി പോയനെ. ഇറങ്ങിയപ്പോ ഒരു സമാനുണ്ട്, എന്തോ ഒരു എന്താ പറയണ്ട. ഇപ്പൊ ശരിക്കും മാഗസീനിൽ കൊടുക്കും. പൊടി അടിക്കുന്നു, പൊടി നല്ല പൊടി അടിക്കുന്നു. കത്തിക്കുന്നുണ്ട്. എനിക്ക് മൊത്തം കത്തിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. ഓരോടെ ചേർത്ത് കത്തിക്കാൻ വേണ്ടി പോവാ. പറ്റിയിട്ടില്ലെന്ന് പറയണ. തിന്നല്ലത് എടുത്തോ, ഉച്ചയ്ക്കും തിന്നല്ല. എടുത്തോ. അയാളോട് പോയി പണി നോക്കാൻ പറ. നല്ല രസാ, പക്ഷെ പേടിയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഞാനിത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി, ഇവൻ എന്നെ പിടിച്ചതാണ്. കഴിഞ്ഞ ഉരുണ്ട് താഴെ പോയി എന്തൊക്കെ ഉടക്കും മുറിഞ്ഞിട്ടുണ്ട്. നല്ല വേദന എടുക്കുന്നുണ്ട്, എന്താന്ന് പോലും അറിയില്ല. സീരിയസ്ലി അത് കാല് ഫുള്ള് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലിപ്പറിയാണ് ഈ സാധനം. ഇപ്പൊ മൊത്തം ഇതാണ്. ഞാൻ കേറി അതാണ് ഇങ്ങനെ കുത്തനെ ഇരിക്കുന്നത് ഒരു 90 ഡിഗ്രിയില്. ഞാനിങ്ങനെ ഇറങ്ങിയത് വീട്ടിൽ താഴെ എത്തി. പകുതി ഏറ്റവും താഴത്തിന് തൊട്ട് മുന്നെയാണ് ഇവൻ എന്നെ പിടിച്ചത്. സീന് അങ്ങനെ എന്റെ കോള് നോക്കി ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും. മൊത്തം ആ വൺവോൾക്കാൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് ഇങ്ങനെ ഉണ്ടാവും. നൈസാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിത് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് മിസ് ചെയ്യായിരുന്നു. ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ്. എന്താ പറയാ, കുറേ സ്ഥലത്ത് പോയാലും എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു വൺവോൾക്കാൻ്റെ ഏരിയ ഭയങ്കര അടിപൊളി. ഇവിടെ നോക്ക്, ഇവിടെ ഗ്യാസ് പോലെ ആ സാധനം വരുന്നുണ്ട്. അവിടെ നേരത്തെ ഉണ്ടായി. ഞാനിങ്ങനെ ഉള്ളിൽ നിൽക്കുമ്പോൾ എന്തോ കുമ്പിളിങ്ങനെ വരും, നമുക്ക് ഉള്ളിൽ നിന്നൊരു സാധനം വരും, എന്തോ കാലൊക്കെ വലിക്കുന്ന പോലെ ഒരു ഫീല് വരും. കാരണം ഇങ്ങനെ ബബിൾ ഇങ്ങനെ പൊങ്ങുന്നത്. പിന്നെ മുന്നത്തെ ഇതിൽ കണ്ടിട്ടോ ഇങ്ങനെ വരുന്നത്. അത് കാണുമ്പോൾ ഭയങ്കര സീന. കണ്ടാ മൊത്തം ഞാനായിട്ട് ഒരു സ്ഥലവും എൻ്റെ മേത്ത് ബാക്കിയില്ല കേട്ടോ. മുഖം ഉൾപ്പെടെ മൊത്തം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷെ നൈസാണ്. ഇത് സ്കിന്നെല്ലാം നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിന്നെല്ലാം സെറ്റ് ആവും തോന്നുന്നുണ്ട്. അത്രയും ഫുൾ ബോഡിയിലായിട്ടുണ്ട്. അടിപൊളി. അത് ഫുള്ള് ഞാൻ കഴുകി കളഞ്ഞു. വേറൊരു വെള്ളം കണ്ടില്ല, ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ഞാൻ. അത് ഇതുവരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുളിച്ച് എൻ്റെ അമ്മ ഒന്ന് പറയണ്ട സീൻ ഇത് പോകുന്നുണ്ടായില്ല. കുറേ നേരം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുളിച്ചത്. ഓ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. അത്ര അടിപൊളിയായിരുന്നു. അത് കേട്ടപ്പോതാ എൻ്റെ മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയില്ലേ, ക്ലിയർ ആയ ഒരു ഫീൽ ഇല്ലേ? ഇല്ലേ എന്താ
ഇപ്പൊ ഞാൻ എന്റെ ഡ്രസ്സെല്ലാം ഊരി കളഞ്ഞ് എന്നിട്ട് ആഷിക്കിന്റെ ഡ്രസ്സ് ഊരി എടുത്തതേ വൈറ്റ് ഡ്രസ്സെല്ലാം എടുത്തിട്ട് എന്റെ മുകളിൽ എന്റെ ജാക്കറ്റോട് എടുത്തിട്ട് വേറെ ഡ്രസ്സ് കൊടുത്തില്ലായിരുന്നു. ഷോർട്സ് ഞാൻ കൊടുന്നായിരുന്നു. ഇപ്പൊ പാൻറ് ഊരിയിട്ട് ആ ഷോർട്സ് ഊരി കളഞ്ഞിട്ട് ഈ പാൻറ് ഇട്ട് കേട്ടോ. ഇതിട്ടിട്ട് നടന്നത് അവിടെ നടക്കാൻ പറ്റാണ്ട് അതാക്കി. ഈ ഒരു പുള്ളിക്കാരൻ കുറെ ഹെൽപ്പ് ആക്കി കേട്ടോ. അയ്യോ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇങ്ങോട്ട് വരുമ്പോ ഡ്രസ്സും സാധനങ്ങളൊക്കെ ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങാതെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ കാണാനൊന്നുമില്ല, ഒരു ത്രില്ലിംഗ് ഒന്നുമില്ല. ഇറങ്ങുന്ന ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അടിപൊളി. ഓ എനിക്ക് ഓൾറെഡി ത്രോട്ടൊക്കെ സെറ്റ് ആയതായിരുന്നു. ഇപ്പൊ വീണ്ടും സീനായി തുടങ്ങി തോന്നുന്നുണ്ട്, ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കുത്തുന്നൊരു ഫീല്. എന്തായാലും നൈസായിരുന്നു. ഓ അടിപൊളി. ഭയങ്കര തണുപ്പായിരുന്നേ. ആ രണ്ടാമത് കേറിയിട്ട് കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. എവിടേക്കോ കൈയൊക്കെ നീറുന്നുണ്ട്. എന്തോ ഉരുട്ടുരുട്ട് വീണപ്പോ എന്തോ ആയെന്ന് തോന്നുന്നു, സ്ക്രാച്ച് ആയിട്ടുണ്ട് തോന്നുന്നു. അയ്യോ എങ്ങോട്ടോ കൊണ്ടുപോന്നി അയ്യോ ഇവിടെ സീന് അവിടെ പറക്കുക. ഇയൊക്കെ സമയം വൈകിയെന്ന് തോന്നുന്നു. ഞാൻ അവിടെ കുറെ നേരം ഇതൊക്കെ തീർക്കണം തോന്നുന്നു. അയ്യോ ഉള്ളെടുത്തെറിയോ ഇങ്ങനെ പോകുന്നത്. മറ്റേ റോളർ കോസ്റ്ററിലെല്ലാം കേറിയ പോലെ ഉണ്ട് ഈ വണ്ടിയിൽ കേറിയിട്ട് പോകുമ്പോ. പിന്നെ ആ മൺപാത്ത് കഴിഞ്ഞിട്ട് ആ മഡാവാൻ ഇനി ഒരു സ്ഥലവും എന്റെ ബാക്കിയില്ല. ഫുൾ ബോഡി ഈച്ച് ആൻഡ് എവറി കോർണറിൽ എന്റെ ബോഡി പാർട്ടിലായിട്ടുണ്ട്. ചെവി ഉൾപ്പെടെ, കണ്ണുൾപ്പെടെ, മുടി ഉൾപ്പെടെ, ഫുൾ ഈവൻ പ്രൈവറ്റ് പാർട്സ് ഉൾപ്പെടെ ഫുള്ള് മഡാണ്. ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ബാക്കുലാണ്, എയർപോർട്ടിലാണ് കേട്ടോ. ഞാൻ ഇന്നലെ ആ മഡ് വോൾക്കാനോലെല്ലാം പോയതിന് ശേഷം ഒരു ഫയർ മൗണ്ടോണിലൊക്കെ പോകണമെന്ന് വിചാരിച്ച്. പക്ഷേ എൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണറിൽ മഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുളിക്കാണ്ട് എങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. സോ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിനി സൗദിയിലേക്ക് ഫ്ലൈ ചെയ്യുകയാണ്. ഫ്ലൈനാസിൻ്റെ എയർലൈൻസ് ആണ്. സോ ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് ഓൺ അറൈവൽ വിസ കിട്ടേണ്ടതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താവും അറിയില്ല. എനിക്ക് തോന്നുന്നു $150 എന്തോ വരുന്നുണ്ട്. എന്താ പറയുക, വിസ ഓൺ അറൈവലിൻ്റെ പ്രൈസ്. US വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ അറൈവൽ വിസ കിട്ടും. അതും സൗദി എയർലൈൻസ് തന്നെ എടുക്കണം. സൗദീൻ്റെ ഒന്നിലെ ഫ്ലൈനാസ് അല്ലെ സൗദീൻ്റെ ഏതൊക്കെയോ എയർലൈൻസ്. ഈ ഫ്ലൈനാസ് എന്ന് പറയുന്നത് കുറച്ച് ബഡ്ജറ്റ് എയർലൈനാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഈവൻ 3400 വരെ ഞാൻ ഫ്ലൈറ്റ് കണ്ടു, അസർബൈജാൻ എയർലൈൻസ്. പക്ഷേ അതിൽ പോയാൽ എനിക്ക് വിസ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്ലൈനാസ് എടുത്തത്. ഇതെന്തോ 8000 സംതിങ് ആണ് ആയത്. സോ ഞാനിവിടുന്ന് പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ ആഷിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. സോ ഞാൻ ആഷിക്കിൻ്റെ അടുത്തുള്ള ബായ് പറഞ്ഞിട്ട് പോവാണ്. സോ വീണ്ടും കാണാം. ഒരുപാട് താങ്ക് യു സോ മച്ച്. സോ ഇവിടെ അസർബൈജാനിൽ വരുന്നുണ്ടെങ്കിൽ ഇവനിവിടെ പാക്കേജ് എല്ലാം ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. സോ എന്താ പറയുക, യുറേഷ്യൻ വോയേജ്. സോ ഞാൻ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാം, ആർക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ അസർബൈജാൻ മാത്രമല്ല, ജോർജിയയും കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ അല്ലേ, ഈ 5 രാജ്യത്തും പോകണമെന്നുണ്ടെങ്കിൽ ആഷിക്കിനെ കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയാണ്. സോ ഞാൻ എന്താ പറയുക, ആഷിക്കനാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നത്. താങ്ക് യു സോ മച്ച്. സോ നമ്മൾ വീണ്ടും കാണാം. എന്താ പറയാ, ഉറപ്പായിട്ടും വീണ്ടും എനിക്ക് 7 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഒരു 7 days പോയത് അറിഞ്ഞതേ ഇല്ല. ഈവൻ കുറേ സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. എന്താ പറയാ, പോയ കൺട്രീസിൽ ഞാൻ വീണ്ടും പോവാറുണ്ട്. ചില സമയത്ത് നിൽക്കുമ്പോൾ ഈ കൺട്രി വീണ്ടും പോവാൻ തോന്നും, അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊക്കെ ആയിരിക്കും ഞാൻ വരിക. വീണ്ടും എന്തായാലും കാണാം. സോ താങ്ക് യു സോ മച്ച് അല്ലേ, വീണ്ടും കാണാം. ഞാനിതാ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് വിൻഡോ സീറ്റ് അല്ല ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അടുത്തിരിക്കുന്ന പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വിൻഡോ സീറ്റിലിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ നന്നായി. ഇനി 3 മണിക്കൂർ ഫ്ലൈറ്റാണുള്ളത് സൗദിയിലേക്ക്. ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. ഫ്ലൈനാസിൻ്റെ അത് സൗദീൻ്റെ തന്നെ എയർലൈനാണ് കേട്ടോ. ഇവിടുന്ന് അവർ വിസേൻ്റെ കാര്യം ചോദിച്ചിട്ട് ഓക്കെ പറഞ്ഞു, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഓൾവേസ് എപ്പോഴും ടെൻഷനാണ് എന്താ പറയുക, വിസേൻ്റെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഓണറവിൽ എന്നൊക്കെ പറഞ്ഞാലും പല സ്ഥലത്തും ചിലപ്പോൾ അങ്ങനെ കിട്ടൂല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ടെൻഷനാണ്. കാരണം ഓൾറെഡി സൗദി നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. സൗദിയിൽ ഒരു 4-5 days ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്കാണ് പോകുന്നത്. കാലിക്കറ്റിലേക്കാണ് ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഫൈനലി ഞാനിതാ സൗദിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇവിടെ ചൂടാണല്ലോ. വെതറെല്ലാം നല്ലതാണെന്ന് ഇപ്പോൾ കേട്ടത്. പക്ഷേ വെതർ അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. ചൂടുണ്ട്, നല്ല ചൂടെടുക്കുന്നുണ്ട്. അയ്യോ, തണുപ്പത്ത് വന്നോണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഫ്ലൈനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് സൗദീൻ്റെ തന്നെ എയർലൈൻ ആണ് കേട്ടോ. ഞാൻ ഇതിലാണ് വന്നിട്ടുണ്ടായത്. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ ഫസ്റ്റ് എന്നെ ഫുഡ് കഴിക്കാനാണ് വന്നിട്ടുള്ളത്. കാരണം നല്ല വിശക്കുന്നുണ്ട്. രാവിലെ ഒരു ബനാന കഴിച്ച് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഫുഡ് അടിക്കാൻ വന്നിട്ടാണല്ലോ അവരെ പരിചയപ്പെടുത്തരാം. ഹായ് എന്തിൻ്റെ വിശേഷം? ഇതാണ് എൻ്റെ ഫ്രണ്ട് മുജു. അപ്പോൾ ആള് നാട്ടിൽ കോഴിക്കോടാണ്.
പേര് പേര് മുനീർ, കോഴിക്കോട് തന്നെ അല്ലേ? ഓക്കെ. സോ ഫസ്റ്റ് തന്നെ ഫുഡാണ്. എനിക്ക് സ്മെല്ലടിച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല, സീരിയസ്ലി നല്ല വിശക്കുന്നുണ്ട്. സോ ഇത് എന്താ നമ്മൾ പറഞ്ഞത്, മട്ടൺ അല്ലേ? മട്ടന്റെ മന്തി അല്ലേ? മദ്ഫൂദ്, അതാണ് ഇവിടുത്തെ മെയിൻ തോന്നുന്നുണ്ട് അല്ലേ? മന്തി അല്ല, മദ്ഫൂദ്. മട്ടൺ മദ്ഫൂദ്. ആഹാ, പേരെല്ലാം കൊള്ളാം. ഇനി കഴിച്ചു നോക്കണം, കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഞാനിതാ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വിശന്നിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല, കാരണം ഒടുക്കത്തെ ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. അവരവിടെ നിന്ന് കഴിക്കുന്നു. അവിടെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, മജ്ലിസ് എന്നല്ലേ പറയുക ഇങ്ങനെ ഇരിക്കുന്നത്, അവിടെ ഇരുന്നോട്ടോ കഴിക്കുന്നു. ഹലോ, ഞാനിപ്പോൾ ഇവിടെ തന്നെയാണ് ഉള്ളത്, റിയാദിൽ. ഇന്നലെ നല്ല ടയേർഡായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ കിടന്നുറങ്ങി. പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. സോ നെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇന്നാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാനാണ് മെയിനായിട്ട് സൗദിയിൽ വന്നത്. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അഫ്ഗാനി ഫുഡാണ് കഴിക്കാൻ പോണ്. ഹായ് മുജു. മുജു എല്ലാം എന്തേ റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹായ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒരാൾ പുള്ളിക്കാരനെ കണ്ടു, മലയാളി ആളാളും ഇവിടെ സജസ്റ്റ് ചെയ്തത് അഫ്ഗാനി ഫുഡ് ഉണ്ട് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ച് പറഞ്ഞു ഇവിടെ കബ്സ, അഫ്ഗാനി ഫുഡ്, യമനി ഫുഡൊക്കെ അടിപൊളിയാണ്. GCC തന്നെ സൗദിയിലാണ് അടിപൊളി ഫുഡ് കിട്ടുന്നതെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായി. അപ്പോൾ ഇന്നലെ എന്തായാലും നൈസ് ഫുഡായിരുന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 2 hours പോയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ സൗദിയിൽ ഒരുപാട് കാണാനുണ്ട്. എല്ലാവരും പറയും സൗദിയിലൊന്നുമില്ലാന്ന്, പക്ഷേ സൗദിയിലേക്ക് ഇറങ്ങി ഓരോ സ്ഥലത്തേക്കും പോകാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലോങ് ആണ് അല്ലേ? എല്ലാവരും പറയും സൗദിയിലൊന്നുമില്ല, പക്ഷെ ഓരോ സ്ഥലത്തേക്ക് ലോങ് ആയതുകൊണ്ട് ഒരു ഏരിയയിൽ വന്നാൽ അവിടെ ഉണ്ടാവില്ല, അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണം. സോ ഞാൻ കുറച്ച് ദിവസം ഉള്ളൂ. എനിക്ക് എന്തായാലും നാട്ടിലേക്ക് കാനഡ വിസ ഒക്കെ കിട്ടിയതുകൊണ്ട് എനിക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതിനിപ്പോൾ ലേറ്റ് ആയിട്ടുള്ളത്. സ്പെഷ്യൽ പെർമിറ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ സബ്മിറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് വേണം എനിക്ക് സബ്മിറ്റൊക്കെ ചെയ്യാൻ. സോ ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് പോകും. പക്ഷേ എനിക്ക് 1 year മൾട്ടിപ്പിൾ എൻട്രി ഉള്ളതുകൊണ്ട് വീണ്ടും സൗദിയിലേക്കെല്ലാം തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. ഇവിടെ അഫ്ഗാനി റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് എന്തോ ഒരു ഫുഡ് പറഞ്ഞിട്ടുണ്ട് അല്ല, ഇതെന്താ 2 ടൈപ്പ് റൈസ് ഉണ്ടല്ലോ? അതൊന്ന് ബുഹാരി റൈസ്, ഒന്ന് സാദാ റൈസ്. ഇത് കണ്ടിട്ട് നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ട്, കഴിച്ചോട്ടെ. ഇത് കഴിച്ചോ, ഈ മഞ്ഞ കളറിലുള്ള യെല്ലോ, അതാ ടേസ്റ്റ് കൂടുതലുണ്ടാവും. രണ്ടും അടിപൊളിയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പെപ്പറിന്റെ ഫ്ലേവർ എല്ലാം ഉണ്ട്. പെപ്പറിന്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. എഡ്ജ് ഓഫ് ദ വേൾഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ പിന്നെ മൊത്തം ഒരു ഡെസേർട്ട് ലാൻഡ്സ്കേപ്പാണ് നമുക്ക് ചുറ്റും കാണാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ എത്തിയപ്പോൾ തന്നെ സൺസെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ഇവിടെ കാണാം. നമ്മളിത് എഡ്ജ് ഓഫ് ദ വേൾഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി സൺറൈസ് ആണെന്നാണ് പറയുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര കാറ്റടിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ സൺസെറ്റ് ആയിട്ടുണ്ട്. സൺറൈസ് ആണ് അടിപൊളി, പക്ഷെ സൺസെറ്റും അടിപൊളിയാണ്. പക്ഷേ ഒരു ഡെസേർട്ട് ലാൻഡ്സ്കേപ്പ് പെട്ടെന്ന് ഒരു എന്തോ പോലെ ഉണ്ട്. പച്ചപ്പിൽ നിന്നൊക്കെ വന്നുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഉച്ച സമയത്തൊന്നും എങ്ങോട്ടും ഇറങ്ങാനേ തോന്നുന്നില്ല, ഭയങ്കര വെയിലും ചൂടൊക്കെയാണ്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഒരു 10 minute ലേറ്റായി. കണ്ടോ, ആ സൺസെറ്റെല്ലാം കഴിഞ്ഞ് ദൂരെ നിന്ന് നമ്മൾ സൺസെറ്റ് കണ്ടു കേട്ടോ. പക്ഷെ നൈസാണ്, ഒരു വെറൈറ്റി ഉണ്ട് സ്ഥലത്തിനെല്ലാം. കണ്ടോ, അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമുക്കങ്ങനെ ഇതൊരു കയറിയിട്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റുമോ? സണ്ണുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നൈസായിട്ടുണ്ടാവും. ഇവിടെ ഞാനിങ്ങനെ ആലോചിക്കുന്നു, മറ്റേ കാപ്പഡോക്കിയയിലൊക്കെ കാണുന്ന പോലത്തെ ഹോട്ട് എയർ ബലൂണൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നൈസായിരിക്കും. ഹലോ, ഇന്നലെ എഡ്ജ് ഓഫ് ദ വേൾഡൊക്കെ പോയതിന് ശേഷം തിരിച്ച് ഫുഡ് കഴിക്കാനാണ് പോയത്. ഫുൾ ഫുഡ് അടിയായിരുന്നു. അപ്പോൾ വെറുതെ ഫുഡ് അടിക്കുന്ന വീഡിയോസ് എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വീഡിയോസ് കാണിക്കാണ്ടിരുന്നത്. പിന്നെ ഇന്നലെ കിടന്നുറങ്ങിയതേ നെക്സ്റ്റ് ഡേ ആയി. ഇവിടെ പകൽ സമയത്ത് നല്ല ചൂടായതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങാനേ തോന്നൂല കേട്ടോ. രാത്രി നല്ല വെതറാണ്, നല്ല കാറ്റൊക്കെ ആയിട്ട്. സോ ഞാനിപ്പോൾ ഇവിടെ ദിറിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഹായ് മുജു. ദിറിയ എന്നല്ലേ സ്ഥലത്തിൻ്റെ പേര്? ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇതല്ലേ, പഴയ റിയാദിൻ്റെ ഒരു ഇത് അല്ലേ? ഇവിടുത്തെ പഴയ വീടുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ എന്താ പറയുക ഈ ഒരു ബിൽഡിങ്സ് എല്ലാം ഉള്ളത് കേട്ടോ. നമുക്ക് ഇവിടെ ആരും ഇല്ലല്ലോ, ഭയങ്കര സൈലൻ്റ് ആയിട്ടാണല്ലേ. ഒറിജിനലാ ഡ്യൂപ്ലിക്കേറ്റാ? ഒറിജിനലാടോ?
അല്ലേ? ഒറിജിനല് ഗ്ലൂ ആണല്ലേ? പെട്ടെന്ന് ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ ഒറിജിനൽ പോലെ തന്നെ തോന്നി. നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നമ്മളെ മുനീർ ബ്രോ പറയുന്നതായിരിക്കും. പറഞ്ഞോളൂ. മ്യൂസിയം പോലുള്ളൊരു സംഭവമാണ്. പഴയ സൗദികളുടെ വീട്, പഴയ കാലത്ത് അവരുടെ വീട് ഇങ്ങനെ മണ്ണുകൊണ്ടൊക്കെ മെഴുകിയിട്ടുള്ള ഈ ഒരു സംഭവമായിരുന്നു. ഇത് കുറച്ച് പഴയതുണ്ട്, ബാക്കി പുതുതായിട്ട് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ഇവിടേക്ക് എടുത്താണ്. സൗദിന്റെ പല ഭാഗത്ത് പോയാലും ഇത് കാണാം ഇതേപോലുള്ള സംഭവങ്ങൾ. അല്ലുല, കസീം ഏരിയകളൊക്കെ പോയാലും കാണുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ തന്നെയാണ് പഴയ വീടുകളുടെ ഒരു. അത് ലൈക്ക് പുറത്തുള്ള ആൾക്കാർക്ക് കാണിക്കാനായിട്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ടാക്കി ഇതാക്കിയല്ലേ? ഇത് എനിക്കിപ്പോൾ നമ്മുടെ കാഴ്ചയിൽ കുറച്ചൊക്കെ പുതുതായിട്ട് സെറ്റ് ചെയ്താണ്. ബാക്ക് ആ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നത് പഴയ തന്നെ, അത് ആ പഴയ രീതി തന്നെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, കുറേ നടന്ന് കാണാണ്ട് തോന്നുന്നു അല്ലേ? ഒരുപാടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. സോ നമുക്കിങ്ങനെ ഉള്ളിൽ പോയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു വീക്ക് ഡേ ആയതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ക്രൗഡൊന്നുമില്ല. ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നോക്ക്, പണ്ടത്തെ കാലത്തെ കിണറാണ്. ഇതെല്ലാം മറ്റേ പാം ട്രീ ഇതിൻ്റെ ഇതാന്ന് തോന്നുന്നു അല്ലേ? ഈത്തപ്പഴത്തിൻ്റെ അതല്ലേ? ഇത് ഒറിജിനലി കിണറുണ്ടോ താഴെ? ഉണ്ടല്ലേ? അവരത് ഇതാക്കി വെച്ചേക്കാം. ഒട്ടകാണ് വലിക്കുന്നത് പറഞ്ഞ് ശരിയാ? കാണാം. ഒട്ടകം സ്പീഡിൽ തിരിച്ചു വരും. കൊള്ളാലോ, എല്ലാം കാണാൻ നൈസായിരിക്കും. പക്ഷെ ഇപ്പം എല്ലാം ഡെവലപ്ഡ് ആയതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സിറ്റിയിലൊന്നും എന്തായാലും കാണാൻ പറ്റില്ല. ഇവിടെ വരുമ്പോണ്ടല്ലോ വെള്ളം കുറേ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും കിട്ടണ്ടായില്ല. അപ്പോൾ ഇതേ വിസിറ്റേഴ്സ് സെൻ്ററാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കുക, വാഷ്റൂം യൂസ് ചെയ്യാമല്ലേ? ഒന്ന് ചൂടുന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇരിക്കുക അല്ലേ? ഫുൾ സെറ്റാണ്. അപ്പോൾ വെള്ളം കുടിച്ചപ്പോൾ തന്നെ സമാധാനം. ഇതുവഴി നടക്കുമ്പോൾ നമ്മൾ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടോ. അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കൊടുത്ത് അങ്ങനെ കമ്പനി ആയിട്ട് ഇപ്പൊ വീഡിയോ എടുക്കാണ് കേട്ടോ. സൗദി ആളുകൂടി 22 വർഷമായിട്ട് ഭാഷയെല്ലാം അറിയാം. എന്നിട്ട് സംസാരിക്കാം. ما شاء الله كثير. welcome. Thank you. Welcome to the Saudi state. Thank you. Welcome. അവിടെ നല്ല ഇറങ്ങി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതുവഴി കറങ്ങി. ഇപ്പോൾ നമ്മൾ എന്താ ബുളവാർഡ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ UAE-ലൊക്കെ ഗ്ലോബൽ വില്ലേജ് ഇല്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയി തുടങ്ങി. ഇവിടെ വ്യാഴാഴ്ചയാണ്, നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. നല്ല തിരക്കാണുള്ളത്. നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സ്മെല്ല്. ഇവിടെ മൂക്കൊക്കെ ഇങ്ങനെ കുത്തണ്. ഇടയ്ക്ക് നല്ല രസമുണ്ട്. പല ടൈപ്പ് സ്മെല്ലും പല ടൈപ്പ് ഡ്രസ്സും ഇതിൻ്റെ ഉള്ളിന് കിട്ടാത്തൊന്നുമില്ല എല്ലാം. പക്ഷെ ഇവിടെ ആൾക്കാരെ നോക്ക്, എല്ലാവരെയും കണ്ണ് മാത്രമാണ് കാണുന്നുള്ളൂ. ഒന്നിലെ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്, അതാണ് എനിക്ക് കാണുന്നത് ഇവിടുത്തെ ആൾക്കാർ. ഈ ലോക്കൽ ആൾക്കാർ മൊത്തം വൈറ്റും ബ്ലാക്കും ആയിരിക്കും. ആണുങ്ങൾ മൊത്തം വൈറ്റും പെണ്ണുങ്ങൾ മൊത്തം ബ്ലാക്കും. കണ്ടില്ലേ? പിന്നെ ഈ ഒരു സംഭവം ഉണ്ടോ, ഈ ഒരു ഡിസൈനുള്ള ഇതാണ് ഇവിടെ എല്ലാവരുടെയും ഞാൻ കാണുന്നത് കേട്ടോ. അങ്ങനത്തെ ബിൽഡിങ്സ് ഒരേ കളറും. നല്ല തിരക്കുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കേട്ടോ. നടക്കാൻ ശരിക്കും സ്ഥലമില്ല, അത്രക്കും തിരക്കായിട്ടുള്ളത്. ഞാൻ തിന്നാനുള്ള എന്തോ സാധനമെന്ന് പറഞ്ഞിട്ട് നോക്കുക, പക്ഷെ മണക്കാനുള്ളതാണ് അല്ലേ? ഊതാണ്. അവിടെ കുത്തണമാണല്ലേ? ഭയങ്കര കുത്തണമാണ് എല്ലാം. എന്താ ഇങ്ങനെ നല്ല രസമുണ്ട്. തിന്നാനുള്ള പോലെ തന്നെ കാണുന്നുണ്ട്. അതൊക്കെ നോക്ക്, ചോക്ലേറ്റിൽ എന്തോ സാധനം പോലെയാണ് ഉള്ളത്. ഫുള്ള് അതിന്റെ നല്ല സ്മെല്ല് തന്നെ. ഇവിടെ നോക്ക്, ഒരു കൈൻഡ് ഓഫ് കോഫിയാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കുടിക്കാന്നാണ് കേട്ടോ പറയുന്നത്. ഫ്രീ ആണോ ശരിക്കും? എനിക്ക് വേണ്ട, ഞാൻ കുടിക്കണോ? ഞാൻ കുടിക്കലില്ല കേട്ടോ. അതെന്തോ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഞാൻ കുടിച്ചോട്ടെ. സ്മെല്ല് എന്താന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ഹോട്ടായിട്ടുള്ളൊന്നും കുടിക്കാറില്ല, അതുകൊണ്ട് എന്താ അവസ്ഥ എന്നറിയില്ല. കുടിച്ചോട്ടെ എന്തായാലും. ജിഞ്ചർ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് ഉള്ളത്. ഇത് രസമുണ്ട് അല്ലേ? ഷുഗർ വേണമെങ്കിൽ ഇടാല്ലേ? ഷുഗർ ഇല്ലാണ്ടാ കുടിക്കുക. ഷുഗർ ഇല്ലാണ്ട് കുടിക്കാം. അങ്ങനെയല്ലേ? ഗവ അല്ലേ? ഗവ.
ഇങ്ങനെയുള്ള സംഭവമൊക്കെ നല്ല വൈബാണ് കേട്ടോ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ട് ഓരോ പെർഫ്യൂം സംഭവങ്ങളൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുക കണ്ടോ, നല്ല നൈസാ. ഓ മൂക്കടിച്ചു, അങ്ങനെയാണ്. മൂക്കിൽ എന്തോ കോഫി മണപ്പിച്ച് കഴിഞ്ഞാൽ ആ മണം മാറിയിട്ട് ഒറിജിനൽ മണം തന്നെ ആവും എന്ന് പറയുന്നത് കണ്ടോ. ഇത് കാണുമ്പോൾ തിന്നാനുള്ള പോലെ തോന്നുക, പക്ഷെ ഇത് തിന്നാനുള്ള എല്ലാം പെർഫ്യൂം കണ്ടില്ലേ. കല്ലാണെങ്കിലും വേറെ എന്തൊക്കെയോ സാധനം പോലെ തോന്നുന്നു, പക്ഷെ ഇതെല്ലാം രസമുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു GCC കൺട്രീസിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറ്. ഇങ്ങനത്തെ ഓരോന്ന് സംഭവങ്ങൾ. ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഗോൾഡിന്റെ വിലയാണ് ഇതിന്. ചെറിയൊരു ഗ്രാമിന് പോലും എത്രയോ റിയാൽ അല്ലേ, ചെറിയൊരു ഗ്രാമിന് തന്നെ എത്ര, അത്രയും റേറ്റ് ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് കേട്ടോ. നോക്ക്, ഇതെന്താ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാൻ തോന്നണേ. ഇവിടെ ഓരോ കൺട്രീൻ്റെ ഇതുണ്ട് കേട്ടോ. എന്താ ചൈന, എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് കൺട്രിയാണ് ചൈന. ചൈനയിലേക്ക് പോയോക്കട്ടെ. പിന്നെ നമ്മളുടെ മുനീറും എല്ലാം ബിസിനസ് എല്ലാം ചെയ്യുന്നത് ചൈനയിൽ നിന്ന് കുറേ സാധനങ്ങൾ എടുത്തിട്ടാണ് അല്ലേ. നിങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാവരും സത്യം ചൈനയിൽ എത്തിയപ്പോഴാണ് അതിൻ്റെ ഇത്. എനിക്ക് ചൈന എന്ന് പറയുമ്പോഴേ ഒരു ഇതാണ്. യെസ്, അതൊക്കെ സർപ്രൈസാണ്. സീരിയസ്ലി ചൈന ഒരു സംഭവ രാജ്യമാണ്. ഞാൻ ആ രാജ്യത്ത് എൻട്രി ചെയ്യുന്നവരെ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ആ രാജ്യത്ത് എത്തിയതിന് ശേഷമാണ് ചൈന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കേൾക്കുന്നതും കാണുന്നതൊന്നും അല്ല ചൈന, അവിടെ എത്തി അനുഭവിക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കി കുറേ ടോയ്സും നല്ല രസമുള്ള ഡ്രസ്സുകളൊക്കെയാണ് കാണുന്നത്. അടിപൊളിയാണ്, പർച്ചേസിങ്ങിനൊക്കെ പറ്റിയതാണ് കേട്ടോ. പക്ഷെ ചൈനയിൽ തന്നെ പർച്ചേസിന് പോകുന്ന ഏറ്റവും അടിപൊളി. ഞാൻ കുറേ അവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇന്ത്യയിൽ കുറേ ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. ആ ഡ്രസ്സെല്ലാം ഞാൻ ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് മേടിച്ച് അവിടെ നിന്ന് ഒറ്റയടിക്ക്. ഇതാ ഇവിടെ ഞാൻ ഒരു ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ, കോണ്, ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള കോണ്. രണ്ടെണ്ണം മേടിച്ച്. ഇവിടെ വന്ന് എല്ലാ കൺട്രിയിലേക്കും പോകട്ടോ. എല്ലാ കൺട്രിയിലുടെയും മറ്റേ ഇതുണ്ട്. ഇതോരോ ജ്യൂസൊക്കെയാണ്. ഇത് ഞാൻ ഖത്തറിനെല്ലാം മുന്നേ കുടിച്ചിട്ടുണ്ട്. ഇത് തിരക്കാൻ നോക്ക്, മൊത്തം തിരക്ക് സൗണ്ടാ. ഇത് കണ്ടോ, മൊറോക്കോന്റെ ഇതായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് മൂവ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അവർ സമ്മതിക്കൂല. പെട്ടെന്ന് അങ്ങനെ മാറിപ്പോകാൻ പറയും. കാരണം ക്രൗഡായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറയും എല്ലാവരും കണ്ടോ. അത് ഇവിടെ എല്ലാ രാജ്യവും ഉണ്ട്, ഇറ്റലി, ഗ്രീസ്, എല്ലാ കൺട്രീസിൻ്റെയും ഇത് നമുക്കിവിടെ കാണാൻ. നമ്മളിപ്പോൾ ഗ്രീസിലാണുള്ളത്. ഇവിടെ ഒരു മലയാളിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആളുകൾക്ക് കഴിവ് എന്നൊക്കെ പറഞ്ഞാണല്ലോ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആൾ വരച്ച ചിത്രമാണ് അവിടെ കാണുന്നത്. ലൈവായിട്ട് അവിടെ ഇരുന്ന് വരയ്ക്കുന്നതാണ് കാണുന്നത്. നോക്ക് കണ്ടോ, 7 മിനിറ്റ് കൊണ്ട് വരയ്ക്കുന്ന പറയുന്നത്. ആ കണ്ണൊക്കെ നോക്ക് അതേപോലെ ഉണ്ട്. ഓ സമ്മതിക്കണം, ഇത് കഴിവെന്നല്ല, അതിനപ്പുറം എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. സീരിയസ്ലി ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയായിട്ടാണ് വരയ്ക്കുന്നത്. ഓ ഞാൻ ഭയങ്കര ഫാനായിപ്പോയി പുള്ളിക്കാരൻ. അത് മലയാളി എന്ന് പറയുമ്പോൾ ഒരു ഫീൽ പ്രൗഡാണ്. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.